പറഞ്ഞു അത് അതിനുവേണ്ടി മാത്രം കാണിക്കണം, മാതൃഭൂമിയെ അവമാനിക്കാൻ വേണ്ടിയല്ല. ഒക്ടോബർ 12, അതായത് ഈ മാസത്തെ ഒരു പത്രമാണ്, രണ്ടാഴ്ചത്തെ മുമ്പത്തെ പേപ്പറാണ്. മഴ തൂങ്ങി നിന്ന വാനിന് കീഴെ പുഷ്പരഥത്തിൻ്റെ മൂകാംബിക എഴുന്നള്ളി. എന്തോ അതിൻ്റെ അർത്ഥം? ഇത് മലയാളത്തിൻ്റെ സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രമാണ്, അതായത് മലയാള മനോരമ. ഫ്രണ്ട് പേജാണ്. ഫ്രണ്ട് പേജ് ഇത് എനിക്ക് അതാണ് അടുത്ത് ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി മുന്നോട്ട് വരാൻ പറഞ്ഞു. ഫ്രണ്ട് പേജാണ് ഇത്. ഏപ്രിൽ 20, ഈ വർഷം ഏപ്രിൽ 20 പൂരത്തിൻ്റെ തലേദിവസമാണ്. പൂരം നടന്നത്, തൃശ്ശൂർ പൂരം നടന്നതിൻ്റെ അന്നാണ്. മെയിൻ ന്യൂസാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ന്യൂസാണ്. സൂര്യൻ തിളച്ചു, പൂരം ജ്വലിച്ചു. ഏപ്രിൽ 20 സൂര്യൻ തിളയ്ക്കുന്ന വലിയ വാർത്തയാണോ ഇവിടെ കേരളത്തിൽ? ഇത്തരമൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഭയരഹിതമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നേരിട്ടിട്ടുള്ളത്? ഇങ്ങനെയാണ് പ്രതിരോധത്തിൻ്റെ ഒരു പാതയായി ഈ എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഊർജം കിട്ടുന്നത്? എന്തെല്ലാം ചിന്തകളാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്? ഒന്ന്, ഒട്ടും ഭയരഹിതമായിട്ടല്ല, വളരെ ഭയത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞ കാര്യം, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ 1989 ജേർണലിസ്റ്റിലോട്ട് വരുന്നത്. ജേർണലിസ്റ്റ് ആണെന്ന് ഞാൻ തീരുമാനിച്ച 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് 1983 പക്ഷേ ഈ 1983 1989 ഏകദേശം 2004 വരെയോ 2005 വരെയോ ഈ ഇദ്ദേഹം ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞ ഈ ആർട്ടിക്കിൾ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഇന്ത്യയുടെ ഒരു സെലിബ്രേഷനായിട്ടാണ് കരുതുന്നത്. അതായത് അങ്ങനെ ഒരു ആർട്ടിക്കിൾ അറിയാതെ ഒരാൾക്കൊരു ജേർണലിസ്റ്റ് ആയിട്ടും ഒരു എഡിറ്ററായിട്ടും 10-25 വർഷം ഇവിടെ ജീവിക്കാം. അതായത് നമുക്ക് ഒരു ഭരണഘടന സംരക്ഷണം തരുന്നു എന്നുള്ള ഉറപ്പിനെക്കുറിച്ച് അറിയാതെയാണ് ഞാനൊരു ജേർണലിസ്റ്റായതും പ്രവർത്തിച്ചത്. പക്ഷേ 2014 ശേഷം 2009 ആയപ്പോഴേക്കും ഈ സംഭവം അറിയാതെ നമുക്കിനി സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള, ഒരു പൗരനായിട്ടും സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഒരു ജേർണലിസ്റ്റായിട്ടും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ ഈ ഒരു ഭയത്തിൽ നിന്നാണ് പലപ്പോഴും ഈ താങ്കൾ പറഞ്ഞ പല ആർട്ടിക്കിൾസും, പിന്നെ ഞാൻ ചെയ്യുന്ന ജേർണലിസവും മറ്റു പലരും ചെയ്യുന്ന ജേർണലിസം ഭയത്തിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ കാര്യം നമ്മുടെ ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ പ്രത്യേകിച്ച് മലയാളം ജേർണലിസ്റ്റിന് വളരെയധികം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിന് ശേഷം പത്രഭാഷ നവീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മളിന്നും ഭയങ്കര മോഡേണാണ്, മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഷ ഏറ്റവും വികൃതമായും ഏറ്റവും ചൂഷകരുടെ അല്ലെങ്കിൽ ഒരു ഒപ്രസറിൻ്റെ ഭാഷയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പല ജേർണലിസ്റ്റും, പല മോഡേൺ ജേർണലിസ്റ്റും അല്ലെങ്കിൽ പലതും ഞാൻ നേരത്തെ ഭയം കൊണ്ട് ചെയ്യുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭാഷയുടെ ഷാക്കിൾസ് എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. പലപ്പോഴും അത് ചെയ്യുമ്പോൾ പലർക്കും ചിലപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെ അദ്ദേഹത്തെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലായില്ല. അപ്പം ഞാൻ പറയുന്ന ഒരു എസ്കേപ്പിസമാണ്, പക്ഷേ വേറെ വഴിയില്ല. ഇപ്പം പലരും പറയുന്ന ഞാനൊരു എഡിറ്ററായിരുന്നു, അതിനുശേഷം എനിക്കൊരു പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞ വർഷം. പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ബേസിക്കലി ബെഞ്ചിലിരുത്തുക എന്നുള്ള ഒരു ഇതാണ്. ആ പ്രൊമോഷൻ തൊട്ട് മുമ്പ് കാര്യം എന്താണ് എനിക്കിവിടെ എന്നോട് പറഞ്ഞ എൻ്റെ വായനക്കാർക്ക് നിങ്ങളുടെ ജേർണലിസം ഇഷ്ടമില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിനകത്ത് പിന്നെ ചോദ്യമില്ലല്ലോ. നമ്മുടെ ഇപ്പോൾ വോട്ടർക്കാരെ ഇഷ്ടമല്ലോ എനിക്ക് വീണ്ടും MLA ആയിട്ടിരിക്കണം പറയാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ വായനക്കാർക്ക് നിങ്ങളുടെ ജേർണലിസം ഇഷ്ടമില്ല. പക്ഷേ അതിന് തൊട്ട് മുമ്പ് സംഭവിച്ച ഒരു കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ 79 ദിവസം അദ്ദേഹം മൗനം പാലിച്ചു അതിനെക്കുറിച്ച്. അതിനുശേഷമാണ് അദ്ദേഹം ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത് ആഫ്റ്റർ 79 days about പ്രൈം മിനിസ്റ്റർ അബൌട്ട് മണിപ്പൂർ. So what we had done is that we put on our page 79 crocodiles and say to suggest that basically he is shedding crocodile tears. പക്ഷേ അത് പലരും അത് അപ്രീഷിയേറ്റ് ചെയ്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ പേജ് it's a symbol of our fear. You can go back, it's available on the internet. That newspaper doesn't have a headline. അതായത് പത്രത്തിൻ്റെ ഒരു പട്ടാളക്കാരൻ അവൻ്റെ വാളോ അവൻ്റെ തോക്കോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അവൻ്റെ പേന ഉപേക്ഷിക്കുമ്പോൾ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഒരു ഹെഡ്ലൈൻ ഇല്ലാതെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വിത്തൗട്ട് യുവർ വെപ്പൺ. ഇറ്റ്സ് എ സോൾജർ ഫൈറ്റിംഗ് എ വാർ വിത്തൗട്ട് വെപ്പൺ എന്ന് പറഞ്ഞാൽ അവനൊരു ഭീരുവാണെന്നുള്ളത് എൻ്റെ ഭീരുത്വത്തിൽ തന്നെ. കാര്യം ആ ഒരു വിഷ്വൽ വെച്ചിട്ട് ഒരു ഹെഡ്ലൈൻ കൊടുക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ പേര് പറയാതെ കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പത്രം പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു എഡിറ്റർക്കും പത്രം വായനക്കാരെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അതിനൊരു പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോഴും പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ എഡിറ്റേഴ്സ് ജോബ് ടു സെൽ ദ പേപ്പർ, അത് സർക്കുലേഷൻ മാനേജറുടെ പണിയാണ്. അത് പല എഡിറ്റേഴ്സും മറക്കുന്നുള്ളൂ എന്നുകൊണ്ടാണ് നമ്മുടെ ജേർണലിസം ഇവിടെ ആയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്
നമ്മൾ ഇന്ത്യൻ ജേർണലിസം നേരിടുന്ന ഒരുപാട് ചലഞ്ചുണ്ട്. അരാഷ്ട്രീയമായ ന്യൂസ് റൂമുകളുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ പലതുമുണ്ട്. ദളിത് മുസ്ലിങ്ങളുടെ ഓൾമോസ്റ്റ് 99% അപ്പർ ക്ലാസ് എഡിറ്റോറിയൽ കൺട്രോൾ ചെയ്യുന്നത്. ഇതോടൊപ്പം നമ്മൾ അറിയാതെ വന്നത് ഈ ചൂഷക വർഗ്ഗങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒപ്രസർ ക്ലാസ്സുകളുടെ ഭാഷ നമ്മൾ അറിയാതെ ഈവൻ താഴേക്കിടയിൽ പോലും ഈ ഭാഷ അരിച്ചിറങ്ങി എന്നുള്ളതാണ്. എനിക്ക് ഒരു മിനിറ്റ് തരികയാണെങ്കിൽ ഞാൻ ഐ റീഡ് ഔട്ട് 1 പാരഗ്രാഫ്. പറഞ്ഞു അത് അതിനുവേണ്ടി മാത്രം കാണിക്കണം, മാതൃഭൂമിയെ അവമാനിക്കാൻ വേണ്ടിയല്ല. ഇത് ഒക്ടോബർ 12, അതായത് ഈ മാസത്തെ ഒരു പത്രമാണ്. ഈ പത്രത്തിൽ യു ക്യാൻ സീ ദിസ്. പത്രത്തിൻ്റെ ഏറ്റവും ഹാഫ് പേജ് അതിനോട്ട് എന്താണ് അതിൻ്റെ കേരളത്തിൽ സംഭവിക്കുന്നതാണ്, കേരളത്തിൽ നടക്കുന്നതാണ്. പ്രധാനപ്പെട്ട വാർത്ത ദർശന സമയം കൂട്ടി, അതായത് ശബരിമലയിൽ ദർശന സമയം കൂട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ മുകളിൽ പുഷ്പരഥത്തിൽ മൂകാംബിക. ഇന്ത്യയിലെ ഏറ്റവും വാക്ക് തന്നെ നമുക്ക് പ്രബുദ്ധം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഇറ്റ്സ് ബിക്കം ദ ഡേർട്ടിയസ്റ്റ് വേർഡ് ഇൻ മലയാളം തോന്നുന്നു. ആ പ്രബുദ്ധം എന്ന് പറയുന്ന അവിടുത്തെ കൾച്ചറൽ ഐക്കണാണ് ഈ പത്രം. അതിൻ്റെ ഹാഫ് പേജ്, ഫ്രണ്ട് പേജാണ് പറയുന്നത്, അകത്തെ പേജൊന്നുമല്ല, ഫ്രണ്ട് പേജിൽ ഹാഫ് പേജ്. ഇതാണ് ഇവിടുത്തെ വാർത്തകൾ, പ്രധാന വാർത്ത. പുഷ്പരഥത്തിൽ മൂകാംബിക, ദർശന സമയം കൂട്ടി. ഇത് കഴിഞ്ഞ് പിന്നെ വാർത്തയ്ക്ക് എന്തോ വേറെ വാർത്തയ്ക്ക് എന്തോ സ്പേസ്, ഇവിടെ നമുക്ക് സ്പേസ് ഇല്ല ഇതിന്. അപ്പോൾ ഇന്ന് ഞാൻ ഭാഷ പറഞ്ഞത് ഇതാണ്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഭാഷയുടെ കാര്യം. ഇത് ഒക്ടോബർ 12, ഇത് 19ാം നൂറ്റാണ്ടിലെ പേപ്പറല്ല, 2 ആഴ്ചത്തെ മുമ്പത്തെ പേപ്പറാണ്. മഴ തൂങ്ങി നിന്ന വാനിന് കീഴെ പുഷ്പരഥത്തിൻ്റെ മൂകാംബിക എഴുന്നള്ളി. എന്തോ അതിൻ്റെ അർത്ഥം? മഴ തൂങ്ങി നിന്ന വാനിന് കീഴെ പുഷ്പരഥത്തിൽ മൂകാംബിക എഴുന്നള്ളി. ആയിരക്കണക്കിന് ഭക്തരുടെ അമ്മേ ദേവി മൂകാംബിക വിളികൾ കൊണ്ട് ക്ഷേത്ര പരിസരം മുഖരിതമായി. ഇതെല്ലാ ദിവസവും സംഭവിക്കുന്നതല്ലേ? എന്തോ പിന്നെന്തോ നവമി നാളിലെ ആഘോഷ ചടങ്ങായ പുഷ്പരഥോത്സവം 6 വർഷത്തിന് ശേഷം രാത്രി മൂകാംബിക ക്ഷേത്രങ്ങളിൽ ഭക്തിതന്ത്രമേ നടന്നു. പിന്നെ അടുത്ത പ്രധാന വാർത്ത, അർച്ചകൻ സുബ്രഹ്മണ്യ അടികയാണ് ഇത്തവണ തുടക്കം മുതൽ നവരാത്രി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. നിലവിലെ മുഖ്യതന്ത്രി നിത്യാനന്ദ അടിക മറ്റ് പതിവ് പൂജകൾ ചെയ്തു. പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളത്തിലെ. ഇത് ഈ പത്രത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ ഭാഷയുടെ അടിമത്തം എന്ന് പറയുന്നത് ഒരു വേപ്പനം കൊടുത്ത് ഞാൻ നിർത്താമേ. ഒരു പത്രം, ഇത് മലയാളത്തിൻ്റെ സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രമാണ്, അതായത് മലയാള മനോരമ. ഫ്രണ്ട് പേജാണ്. ഫ്രണ്ട് പേജ് ഇത് എനിക്ക് അതാണ് അടുത്ത് ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി മുന്നോട്ട് വരാൻ പറഞ്ഞു. ഫ്രണ്ട് പേജാണ് ഇത്. ഏപ്രിൽ 20, ഈ വർഷം ഏപ്രിൽ 20 പൂരത്തിൻ്റെ തലേദിവസമാണ്. പൂരം നടന്നത്, തൃശ്ശൂർ പൂരം നടന്നതിൻ്റെ അന്നാണ്. മെയിൻ ന്യൂസാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ന്യൂസാണ്. സൂര്യൻ തിളച്ചു, പൂരം ജ്വലിച്ചു. ഏപ്രിൽ 20 സൂര്യൻ തിളയ്ക്കുന്ന വലിയ വാർത്തയാണോ ഇവിടെ കേരളത്തിൽ? സൂര്യൻ തിളച്ചു, പൂരം ജ്വലിച്ചു. ഞാൻ അതിലോട്ട് പിന്നീട് തിരിച്ചു വരാം. ഒരു സെക്കൻഡ് കൂടെ. ഇത് എഴുതിയത് എൻ്റെ സുഹൃത്താണ്. എൻ്റെ ആരെഴുതിയ പേര് പറയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തില്ല. ഞാൻ പറഞ്ഞു സൗഹൃദ ബന്ധങ്ങൾ ഒരുപാട് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഇങ്ങനെയൊക്കെ എഴുതി എന്ത് ചെയ്യും? ഇതുകൂടെ കേട്ടോണേ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ ഇതാണ്. ഈ സൂര്യൻ ജ്വലിച്ചതിൻ്റെ താഴെയുള്ള വാർത്തയാണ്. തൃശ്ശൂർ തീക്കടലിൽ നിന്ന് ആവേശത്തിൻ്റെ കടകോൽ കൊണ്ട് കടഞ്ഞെടുത്ത നറുവെണ്ണ പോലെ പൂരം. ഒറ്റ സെൻറ്റൻസാണ്. തീക്കടലിൽ നിന്ന് ആവേശത്തിൻ്റെ കടകോൽ കൊണ്ട് കടഞ്ഞെടുത്ത നറുവെണ്ണ പോലെ പൂരം. മാനത്തേക്ക് ഉയർന്ന താളമിട്ട് ആയിരക്കണക്കിന് കൈകൾ കൊടുങ്കാറ്റിലെന്ന പോലെയാണ് ആടി ഉലഞ്ഞത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ? മാനത്തേക്ക് ഉയർന്ന താളമിട്ട് ആയിരക്കണക്കിന് കൈകൾ കൊടുങ്കാറ്റിലെന്ന പോലെയാണ് ആടി ഉലഞ്ഞത്. പകൽ മുഴുവൻ സർവ്വസന്നാഹമെടുത്ത് പെയ്ത തീവെയിലും പൂരം ആഹ്ലാദത്തിൻ്റെ കടലായും കാറ്റായും വീശിയടച്ചു. സൂര്യ തേജസ് മെല്ലെ കുടമടക്കി സന്ധ്യയുടെ ചോപ്പ് വിരിച്ചതോടെ തെക്കേ ഗോപുരനടയിൽ ആവേശത്തിൻ്റെ ഇരു കരങ്ങളിലുമായി കൊതി തോന്നുന്ന കുടകൾ മാറി മാറി ഉയർന്നു. തീക്കാറ്റിന് മുലയ്ക്കാനാകാത്ത നാടിൻ്റെ പൂരം. അപ്പം ഇത് റിപ്പോർട്ട് ചെയ്ത ശേഷം അന്ന് രാത്രി നടന്ന സംഭവം ഇവർക്ക് അത് മനസ്സിലായില്ല. അത് ഇങ്ങോട്ട് തീരെ ലേറ്റായി. ചെറിയൊരു വാർത്തയാണ് താഴെ. അത് പറയുന്ന പോലീസ് ബലപ്രയോഗം അതിരുവിട്ടു, പൂരം നിർത്തിവെച്ച് തിരുവമ്പാടി. ആ പത്രം പേജിൽ അവർക്ക് അതിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നൽസ് മനസ്സിലായില്ല. വളരെ ഈ ജ്വലിച്ച സൂര്യൻ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ കത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് പിന്നീട്
കേരളത്തിൽ ഇപ്പോഴും ഈ സംഭവം ആലോചിച്ച് നോക്കും, നമ്മളെയൊക്കെ എന്തുമാത്രം വിഡ്ഢികളാക്കുന്നതാണെന്ന്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ വോട്ട് ചെയ്തവരും ഇലക്ഷൻ നിൽക്കുന്നവരും ഇങ്ങനത്തെ പത്രങ്ങളും ഇവരെല്ലാം കൂടെ ദേ മേക്കിംഗ് ഫൂൾസ് ഓഫ് അസ്, യുനോ. കാര്യം ഇത് പറയുന്നത് ഇതാണോ കേരളത്തിൽ? ഇതിന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല, ഇത് മലയാള മനോരമ ഫ്രണ്ട് പേജാണ്. ഇതെന്താണ് ഈ സൈഡിൽ കണ്ടോ ഇങ്ങനെ? ഇത് ന്യൂസ് ഇതാണെന്ന് മനസ്സിലായോ? ഇത് BJP ഇലക്ഷൻ പരസ്യമാണ്. ഫുൾ പേജിനെ കാണിക്കാൻ താഴെ നരേന്ദ്രമോദിയുടെ പടമുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ചോളം പൈസ വസൂൽ. അവർ എന്തിനാണ് പരസ്യം ചെയ്തത്? അത് ഇപ്പുറത്തെ സൈഡിൽ ആദ്യം സർവീസസ് റെൻറ്റഡ്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ്ഡ്, ഇത് രണ്ടും കൂടെ. ഇത് ഈ ഭാഷയിൽ നമ്മൾ തടവുകാരാണ്. ഇത് മാത്രമല്ല, ഇത് 2 ദിവസം മുമ്പുള്ള ജനയുഗം CPI, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. ഏപ്രിലിൽ നടന്ന നമ്മൾ ഈ സൂര്യൻ ജലിക്കുന്ന കണ്ടു. അത് ഇപ്പോഴും കേരളത്തിൽ ജലിക്കുകയാണ്. 2 ദിവസത്തെ മുമ്പത്തെ പേപ്പറാണ്. അത് ജനയുഗത്തിൻ്റെ മെയിൻ വാർത്തയാണിത്. അത് സമ്മർദ്ദം ശക്തമാക്കും. എന്തിനാണ്? ആളുകൾക്ക് ഈ വെടിക്കെട്ട് കുറച്ചും കൊണ്ട് അടുത്തോട്ട് നീങ്ങിക്കാൻ. ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? സ്കൂളുകളുടെ കുറച്ചും കൊണ്ട് അടുത്തോട്ട് വെടിക്കെട്ട് വയ്ക്കാനായിട്ട്. ഇപ്പോൾ 80 മീറ്റർ എന്ന് പറഞ്ഞാൽ 80 പോരാ, എങ്കിൽ അല്ല 200 മീറ്റർ 200 മീറ്ററിൽ പോരാ, കുറച്ചും കൊണ്ട് അടുത്ത ആളെ നിർത്തണം. എന്നിട്ട് വെടിക്കെട്ട് വെച്ച് മരിക്കുന്നവർ എത്ര മരിക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഇത് ബാൻ ചെയ്യേണ്ടതാണ്. എനിക്ക് പരസ്യമായിട്ട് അറിയാം, എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ പരസ്യമായിട്ട് ഒരു ആളുകൾ ഇത്രയും ആളുകൾ വിളിച്ച് വെടിക്കെട്ട് നടത്തുക, ഇത്രയും ആനകളുടെ നേരെ ക്രൂരത കാണിക്കുക. എന്നിട്ട് നമ്മൾ പറയും വൈലോപ്പള്ളിയുടെ സഹ്യൻ്റെ മകൻ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ഉരുകാന്ന്. വൈലോപ്പള്ളിയുടെ സഹ്യൻ്റെ മകൻ കേട്ട ഒരു മനുഷ്യനെങ്കിലും പൂരപ്പരമ്പ് പോകാൻ പറ്റും. നമ്മൾ ബൈക്കോണ്ട് ചെയ്യണ്ടല്ലേ? സഹ്യൻ്റെ മകൻ എന്നൊരു കവിത പഠിച്ചു എന്ന് അഭിമാനിക്കുന്ന മലയാളിക്ക് എങ്ങനെയാണ് പൂരപ്പറമ്പിൽ പോകാൻ പറ്റുക? ഇതൊക്കെ ഈ പോകൃതനോ കാണാൻ പറ്റും, ഇത് സഹിക്കാൻ പറ്റുന്നത്? ഈ പ്രശ്നങ്ങൾ ഇവിടെയാണ് നമ്മുടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ്, ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ലിമിറ്റേഷൻ ഭാഷയുടെ ലിമിറ്റേഷനാണ്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുകൊണ്ട് പറഞ്ഞതിൻ്റെ ആൻസർ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ വന്നതൊക്കെ പറയേണ്ട ആവശ്യം എന്തോ? ഇതിനകത്തൊരു ഇതുണ്ട്. കൂടുതലും യൂണിവേഴ്സിറ്റി ഈ വലിയ എഡിറ്റേഴ്സും അവരൊക്കെ അവർ പലയിടത്തും, ഞാൻ ഒരു ഡിഗ്രിക്കാരനാണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ എഡിറ്റേഴ്സൊക്കെ ഇങ്ങനെയുള്ളവരെ എടുക്കും. പക്ഷേ പത്രം ഇറക്കുന്നവരെന്ന് പറയുന്നത് അവർ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ സ്റ്റുഡൻസിന് പറ്റില്ല. അതിലും വളരെയധികം ഇപ്പോൾ ഒരു 80% നമ്മുടെ ശരിക്കും ഡെസ്ക് എന്ന് പറയുന്ന അതിൽ കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ കോപ്പി തരുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജേർണലിസ്റ്റ് ആവുകയാണെങ്കിൽ പറയണം, ഇതൊക്കെ 19ാം 19ാം സംഭവമാണ്. അപ്പോൾ 19ാം നൂറ്റാണ്ടിലെ ഒരു ഫാഷൻ അന്ന് പറയുന്ന ഉടുപ്പും വേഷവും ധരിച്ച് ഒരു എഡിറ്റർ ഓഫീസ് വരുമോ? അപ്പോൾ പറ്റില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ 19ാം നൂറ്റാണ്ടിലെ പ്രോസ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എണീറ്റെന്ന് പറയും എന്നുള്ള ജോലി കളയാതെ പറയണം. അത് ഏറ്റവും ഞാൻ വെരി ഗ്രേറ്റ്ഫുൾ ടു ഡോക്ടർ ബിനി. കാര്യം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അതായത് ഞാനൊക്കെ യൂസ് ചെയ്തത് വളരെ പരസ്യമായിട്ട് ഗെറ്റോയിസേഷൻ എന്നൊക്കെ ഉള്ള വാക്കുകൾ. അത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായി അതല്ല, അത് പറയാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ പല എഡിറ്റേഴ്സും ഇങ്ങനെയുള്ള കാര്യമില്ല. അത് എൻക്ലേവൈസേഷൻ എന്നുള്ള ആദ്യ വാക്ക്. പക്ഷേ ഞാൻ പറയുന്നത് പിന്നീട് മറ്റൊരു ട്രാപ്പ് നിങ്ങൾ പലപ്പോഴും നമ്മൾ പെടുന്നത് ജേർണലിസ്റ്റിനുണ്ട്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഈ പഴയ ചരിത്രം അത് അന്ന് അങ്ങനെ സംഭവിച്ചു, ഇന്നങ്ങനെ സംഭവിച്ചില്ലേ? ചരിത്രം വളരെ പ്രധാനമുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കലും ചരിത്രത്തിന് അപമാനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ചരിത്രവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്താണ് ശരി എന്നുള്ള സ്റ്റാൻഡ്. അതിനും ഞാൻ ഡോക്ടർ ബിന്നിയുടെ വെരി ഗ്രേറ്റ്ഫുൾ ടു. ഈ അയോധ്യ പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ പല ജേർണലിസ്റ്റ് ഫ്രണ്ട്സ് എന്നോട്ട് വഴക്കുണ്ടായി. ഞാൻ പറഞ്ഞ ഐ എം നോട്ട് ബോതേഡ് ഹിസ്റ്ററിയെക്കുറിച്ച്, അവിടെ എന്തുണ്ടായിരുന്നുള്ള കാര്യം. നമുക്ക് ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് വാസ് ദെയർ. അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ആദ്യം ഉണ്ടായിരുന്നു, ലെറ്റ്സ് അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് പൊളിക്കുമോ നിങ്ങൾ? അല്ല എന്ന് പറഞ്ഞാൽ ബാബറി പൊളിച്ചിട്ട് വീണ്ടും ഇത് കെട്ടുമോ? അവിടെ ഉണ്ടോന്നിരിക്കട്ടെ. ഒരു സിവിലൈസ്ഡ് ഡെമോക്രസിയിൽ പഠിക്കുന്ന സംഭവമാണ്, നടക്കുന്ന സംഭവമാണ്. ഒരു പണ്ട് കണ്ട നിയമങ്ങളില്ലാത്ത സമയത്ത്, ഡെമോക്രസി ഇല്ലാത്ത സമയത്ത് അങ്ങനെ സംഭവിച്ചുണ്ട്. നമ്മൾ ഓക്കെ, വി അക്സെപ്റ്റ് ഇറ്റ്. അങ്ങനെ ആയിരുന്നു. നേരത്തെ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുന്ന പള്ളി പൊളിച്ചിട്ട് അവർ ക്ഷേത്രമുള്ള ദെൻ വാട്ട് റൈറ്റ് ഡു ഹാവ് ടു എക്സസൈസ് ഡെമോക്രസി? ഇതൊരു ചോദ്യമാണ്. പിന്നെ പറയുന്ന ഒരു വാക്കും കൂടെ പറഞ്ഞ് നിർത്താം. നമ്മുടെ പിന്നെ ഏത് വിഷയം ചൂസ് ചെയ്യണം എന്നുള്ളത് വലിയ ജേർണലിസ്റ്റിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം യു ജോയിൻ ദ പാക്ക്, സേഫ്റ്റി ഇൻ നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ കോൺട്രവേഴ്ഷ്യൽ, നിങ്ങൾ പലരും എന്നോട് യോജിക്കാൻ ചാൻസ് ഇല്ല. കേരളത്തിലിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ സൂയിസൈഡ് ചെയ്തതാണ് ഏറ്റവും വലിയ വാർത്ത. പക്ഷേ അതിന് 2 ആഴ്ച മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹം സൂയിസൈഡ് ആയിരുന്നില്ല. അതിനെക്കുറിച്ച് അവരെന്തുകൊണ്ടാണ് ഇത്രയും വലിയ വാർത്തയാക്കാത്തത്? അപ്പം ഓരോ ഇഷ്യൂ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ് അതിൻ്റെ പിന്നിൽ ഒരു ഒഫീഷ്യൽ പോളിസി ആയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന രീതിയിൽ പ്രവർത്തിക്കണോ എന്നുള്ളൂ. അതായത് ഒരു വ്യക്തിയുടെ വീട്ടിൽ കയറി അയാളെ തച്ചു കൊല്ലുമ്പോൾ, അയാൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പേരിൽ തച്ചു കൊല്ലുമ്പം
ഒരു സ്റ്റേറ്റ് പോളിസി അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു ജനപ്രതിനിധി അവരുടെ വിവരക്കേട് കൊണ്ടോ അല്ല അവരുടെ അഴിമതി ആയിരിക്കാം, അതുകൊണ്ട് അവർ കുത്തുവാക്കുകൾ പറഞ്ഞ് ഒരാൾ വളരെ കഷ്ടമാണ് അദ്ദേഹം മരിച്ച കാര്യം. പക്ഷേ അതൊരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാക്കാൻ വേണ്ടി പത്രങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു അങ്ങനെ ഒരു നമ്മൾ ഈ കൂടെ ജോയിൻ ചെയ്ത് ഇറ്റ്സ് ഈസി നോ, എല്ലാവരും ജോയിൻ ചെയ്ത ഒരു ലിഞ്ച് മോബായിട്ട് ഒരു വ്യക്തിയെ ഏത് ജെൻഡറിലായിട്ടോ ഏത് പ്രോസസ്റ്റായാലും അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പോൾ എൻ്റെ പറഞ്ഞ പ്രശ്നം ആസ് ജേർണലിസ്റ്റ് ബിഗസ്റ്റ് പ്രോബ്ലം എന്നുള്ള ഭാഷ തന്നെയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ചത് ഹൗ വിൽ യു സർവൈവ് എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഐ ഹോപ്പ് സംബഡി ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞ് ചെറുപ്പക്കാർ വന്ന് ദേ വിൽ ഹാവ് ടു റീഡ്.